إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أوصيكم وإياي أولا بتقوى الله فاتقوا الله يا عباد الله. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹവാദങ്ങളായ സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാർ, നശ്വരമായ ഈ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും അല്ലാഹുവിന്റെ കൽപ്പനകളും വിധിവിലക്കുകളും കഴിവിനെ പരമാവധി പാലിച്ച് തഖ്വയോടെ ജീവിക്കണമെന്ന് ആദ്യത്തിൽ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി ഈമാനോടുകൂടി ജീവിച്ച് മരിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും മഹത്വമുള്ളതും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതുമായിട്ടുള്ള അനുഗ്രഹമാണ് ഈ ഇസ്ലാം എന്ന മതം ഉൾക്കൊള്ളുവാനും അതുപോലെ തന്നെ ഈമാനോടുകൂടി ജീവിക്കുക, അല്ലാഹുവിന്റെ വിശ്വാസത്തോടുകൂടി ജീവിക്കുക എന്നുള്ളത്. പലപ്പോഴും അള്ളാഹു നൽകിയ ഈ ഒരു അനുഗ്രഹത്തിന്റെ പ്രാധാന്യം, ഈമാനിന്റെ പ്രാധാന്യം, അള്ളാഹുവിന്റെ വിശ്വാസത്തിന്റെ പ്രാധാന്യം നാം മനസ്സിലാക്കാതെ പോകാറുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയത് വളരെ വിലയേറിയ, മറ്റു പലർക്കും ലഭിച്ചിട്ടില്ലാത്ത വളരെ പ്രാധാന്യം ലഭിക്കുന്ന ഒരു അനുഗ്രഹമാണ് നമുക്ക് നൽകിയത്. പലപ്പോഴും നാം തിരിച്ചറിയാതെ പോകാറുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്ന് ഞാൻ നിങ്ങളുടെ മതം നിങ്ങൾക്ക് പൂർത്തിയാക്കിയിരിക്കുന്നു. എന്റെ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് നിറവേറ്റി തരികയും ചെയ്തിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഈ ഈമാനോടുകൂടി ജീവിക്കുക, ഈമാൻ കൈക്കൊള്ളുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹമാണ്. പക്ഷെ എപ്പോഴെങ്കിലും അത് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്, അത് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നാം നമ്മളോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നാം പറയുന്നത് ഈമാൻ എന്താണ് എന്നുള്ളത് നാം ഓരോരുത്തരും പഠിക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ വിശ്വാസം എന്താണ്, അതുകൊണ്ട് ഉദ്ദേശം എന്നുള്ളത് നാം ഓരോരുത്തരും പഠിക്കേണ്ടതുണ്ട്. പലരും ധരിച്ചിരിക്കുന്നത് ഈമാൻ എന്നുള്ളത് കേവലം ഒരു പ്രഖ്യാപനം മാത്രമാണ് എന്നുള്ളതാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്നുള്ള കേവല പ്രഖ്യാപനം മാത്രമാണ് ഈമാൻ എന്ന് പലരും ധരിച്ചിരിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ മുൻഗാമികൾ അവർ ഈമാനെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ഒരു ഉദ്ധരണി കാണാൻ സാധിക്കും. അവർ പറയാറുണ്ട്, ലൈസൽ ഈമാനു ബിത്തബന്നി വലാ ബിത്തഹല്ലി വലാകിന്നഹു മാ വഖഅ ഫിൽ ഖൽബി വസദ്ദഖഹു അൽ-അമൽ. ഈമാൻ എന്നത് കേവലം ഒരു പ്രഖ്യാപനമോ അല്ലെങ്കിൽ കേവലം ചില ആഗ്രഹങ്ങളോ വേഷഭൂഷാദികളോ അല്ല,
അത് ഞാനൊരു മുഅ്മിനാണ്, ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയുന്നതില്ല യഥാർത്ഥത്തിൽ ഈമാൻ എന്നുള്ളത്. വലാകിന്നഹു മാ വഖഅ ഫിൽ ഖൽബി വസദ്ദഖഹു അൽ-അഖൽ. മറിച്ച് നമ്മുടെ ഹൃദയത്തിൽ ദൃഢമായി ഉറച്ച് വിശ്വസിച്ചതും അതനുസരിച്ച് നമ്മുടെ പ്രവർത്തനങ്ങൾ സത്യപ്പെടുത്തിയതുമായ കാര്യം, അതാണ് യഥാർത്ഥത്തിൽ ഈമാൻ എന്ന് സലഫുകൾ പറയുന്നതും കാണാൻ സാധിക്കും. നമ്മുടെ ഹൃദയത്തിൽ ഉറച്ച വിശ്വാസം ഉണ്ടാകണം, അതോടൊപ്പം നമ്മുടെ പ്രവർത്തനങ്ങളിലും അത് ഈമാനിന്റെ ഭാഗം ഉണ്ടാകണം എന്നുള്ളതാണ്. ഈ ഒരു അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ ഒരു മുസ്ലിം അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അൽ ഈമാനു ഖൗലുൻ. ഈമാൻ എന്നത് അത് നാവ് കൊണ്ട് ഷഹാദത്ത് പറയലും നാവ് കൊണ്ട് പ്രഖ്യാപിക്കലും അതോടൊപ്പം നമ്മുടെ അവയവങ്ങൾ കൊണ്ട് ബാഹ്യ അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കലുമാണ് ഈമാൻ എന്നുള്ളത്. ഈ ഒരു രൂപത്തിൽ നമ്മുടെ കൽബിൽ നമ്മുടെ ഹൃദയത്തിൽ ഈമാൻ വിശ്വസിച്ച് അത് നാവിലൂടെ പ്രഖ്യാപിച്ച് നമ്മുടെ അവയവങ്ങൾ കൊണ്ട് അത് നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ ഈമാനം സത്യപ്പെടുത്തുമ്പോൾ യഥാർത്ഥ മുഅ്മിനീങ്ങളായി ജീവിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഒരുപാട് നേട്ടങ്ങൾ, അവർക്ക് ലഭിക്കുന്ന ഒരുപാട് ഫലങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഒരു പക്ഷേ ദുനിയാവിലും അല്ലെങ്കിൽ ആഖിറത്തിലും നമുക്ക് നേടാൻ സാധിക്കുന്ന ഒരുപാട് ഫലങ്ങളും നേട്ടങ്ങളും ഈമാൻ ഉള്ളവർക്ക് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമതായി ഈമാൻ ഉള്ളവർക്ക് ലഭിക്കുന്ന പ്രധാന നേട്ടം എന്നുള്ളത് അൽ അംനു വൽ അമാൻ, അതായത് ജീവിതത്തിൽ നിർഭയത്വവും സുരക്ഷയും ഉണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അൻആമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ. ഈമാൻ കൈക്കൊള്ളുക, വിശ്വസിക്കുകയും തങ്ങളുടെ വിശ്വാസത്തിൽ അന്യായം കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്തവരാണ്, അഥവാ ഈമാൻ ഉൾക്കൊണ്ടതിനു ശേഷം ശിർക്ക് ചെയ്യാത്തവർ അവരാരോ ഉലൈക ലഹുൽ അംനു വഹും മുഹ്തദൂൻ. അവർക്കാണ് നിർഭയത്വമുള്ളത്, അവർ തന്നെയാണ് നിർമ്മാണം പ്രാപിച്ചവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. കാരണം ഈമാൻ ഉള്ളവർക്ക് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിർഭയത്വവും അതോടൊപ്പം സുരക്ഷയും വാഗ്ദാനം ചെയ്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈമാൻ കൈക്കൊള്ളേണ്ട പ്രകാരം അത് ഉൾക്കൊള്ളേണ്ട പ്രകാരം ഉൾക്കൊണ്ടാൽ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ നേട്ടം, അയാൾക്ക് ഈമാനുള്ള വ്യക്തിക്ക് ഒരു മുഅ്മിനിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ജീവിതം നൽകുമെന്നുള്ളതാണ്. നാം പലപ്പോഴും നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് സമ്പത്തുള്ളവർ അല്ലെങ്കിൽ ഒരുപാട് സ്വത്തുള്ളവരെ കാണുമ്പോൾ അവർ നല്ലൊരു ജീവിതമാണ് ജീവിക്കുന്നത്, എനിക്കും അതുപോലെ ജീവിക്കണമെന്നെല്ലാം പലപ്പോഴും നമുക്ക് ആഗ്രഹം വരാറുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, യഥാർത്ഥ ജീവിതം എന്നുള്ളത്, യഥാർത്ഥ നല്ല ജീവിതം എന്നുള്ളത് അത് ദുനിയാവ് കിട്ടിയാലും ദുനിയാവ് കിട്ടിയില്ലെങ്കിലും സമ്പത്തുണ്ടെങ്കിലും സമ്പത്തില്ലെങ്കിലും യഥാർത്ഥ ജീവിതം എന്താണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അല്ലാഹു പറയുന്നു, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ. മുഅ്മിനായിക്കൊണ്ട് ഈമാനോട് കൂടി ഏതൊരു ആണോ പെണ്ണോ സത്യവിശ്വാസികളുണ്ട് അമലുകൾ ചെയ്താൽ, സൽക്കർമ്മം പ്രവർത്തിക്കുന്ന വർഷം ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ, ആ വ്യക്തിക്ക് നല്ലൊരു ജീവിതം തീർച്ചയായും നൽകുന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. മറ്റൊരു ആയത്തിൽ അല്ലാഹു പറയുന്നു, الذين آمنوا وتطمئن قلوبهم بذكر الله ألا بذكر الله تطمئن القلوب. വിശ്വസിച്ചവർ, الذين آمنوا, വിശ്വസിച്ചവർ, എന്നിട്ട് അല്ലാഹു പറയുന്നു, ألا بذكر الله تطمئن القلوب. അല്ലാഹുവിനെ പറ്റിയുള്ള ഓർമ്മ കൊണ്ടത്രേ മനുഷ്യന്റെ ഹൃദയ മനസ്സുകൾ ശാന്തം അറിയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അവിടെ അല്ലാഹു പറഞ്ഞത് അല്ലദീന ആമനു, വിശ്വസിച്ചവർ എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈമാനുള്ള അല്ലാഹുവിനെ പറ്റിയുള്ള ഓർമ്മയും അല്ലാഹുവിനെ പറ്റിയുള്ള അറിവിലുള്ള ജീവിതമാണ് യഥാർത്ഥ ജീവിതം എന്നുള്ളത്. അത് ദുനിയാവ് നേടിയാലും ഇല്ലെങ്കിലും അല്ലാഹുവിനെ പറ്റി മനസ്സിലാക്കുമ്പോൾ, അല്ലാഹുവിന്റെ വിശ്വാസത്തോട് കൂടി ജീവിക്കുമ്പോൾ ഏത് പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും നമ്മുടെ മനസ്സിന് ഒരു സമാധാനവും ശാന്തത ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ്. നമ്മുടെ സലഫുകളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവരുടെ പ്രയാസഘട്ടങ്ങളിൽ പോലും അവർ വളരെ മനസ്സിന്റെ ഉള്ളിൽ സമാധാനത്തോടു കൂടി ജീവിച്ച ചരിത്രങ്ങൾ കാണാൻ സാധിക്കും. ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ ഹിജ്റ 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ച രണ്ട് പണ്ഡിതന്മാർ, പ്രഗത്ഭരായ രണ്ട് പണ്ഡിതന്മാർ, ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുല്ലാഹ്, അതുപോലെ തന്നെ അബൂ യൂസുഫ് റഹിമഹുല്ലാഹ്. ഈ രണ്ട് പണ്ഡിതന്മാരും ഒരിക്കൽ ഒരു സമുദ്രത്തിന്റെ തീരത്ത് ഒരു ബീച്ച് സൈഡിൽ വെച്ച് ഒരു ഉണങ്ങിയ ബ്രെഡിന്റെ കഷ്ണമെടുത്ത് അവ സമുദ്രത്തിൽ ആ വെള്ളത്തിൽ മുക്കി കഴിക്കുകയാണ്. ആ ഉണങ്ങിയ ബ്രെഡ് സോഫ്റ്റ് ആക്കാൻ വേണ്ടി, അവർക്ക് കഴിക്കാൻ പറ്റുന്ന രൂപത്തിൽ പാകത്തിൽ ആകാൻ വേണ്ടി അവർ ആ സമുദ്രത്തിൽ മുക്കുകയാണ്. അവരുടെ അടുക്കൽ നാം കഴിക്കാറുള്ള ഒരു കറിയോ ചിക്കനോ സൂപ്പോ ഒന്നുമില്ല.
ആ ഒരു അവസ്ഥയിൽ പോലും അവർ അതിൽ ഉണങ്ങിയ ബ്രെഡ് സമുദ്രത്തിൽ മുക്കിക്കഴിയുമ്പോൾ അവർ പരസ്പരം പറയുകയാണ് അവർ പരസ്പരം പറയുകയാണ്, നമ്മൾ അനുഭവിക്കുന്ന ആനന്ദത്തെ പറ്റിയും സമാധാനത്തെ പറ്റിയും രാജാക്കന്മാരും ആ രാജാക്കന്മാരുടെ പുത്രന്മാരും അറിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ സമാധാനവും ആനന്ദവും കൈക്കലാക്കാൻ വേണ്ടി വാളുകൊണ്ട് അവർ നമ്മുടെ മാറുന്നതാണ്. അവിടെ ആ അവസ്ഥ നോക്കുന്ന സഹോദരങ്ങളെ, അത്രയും കൊടിയ ദാരിദ്ര്യത്തിലും ഒരു സമുദ്രത്തിൽ പോയിട്ട് ഈ ഉണങ്ങിയ ബ്രെഡ് മുക്കി നൽകുമ്പോഴും അവരുടെ മനസ്സിന്റെ ഉള്ളിൽ അവർക്ക് സമാധാനവും സന്തോഷവുമാണ്. എന്താണ് അവർ അനുഭവിച്ച ആ മാധുര്യം? അത് ഈമാനിന്റെ മാധുര്യമായിരുന്നു. ഈമാനിന്റെ രുചിയാണ് അവർ ആസ്വദിച്ചത്. അതുകൊണ്ടാണ് അവരുടെ മനസ്സ് സമാധാനത്തോടും കഴിഞ്ഞത്. നമ്മുടെ ചുറ്റും എത്ര പ്രയാസങ്ങളുണ്ടെങ്കിലും, എത്ര ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും, എത്ര ഞെരുക്കത്തിലാണ് നാം ഉള്ളതെങ്കിലും, അള്ളാഹുവിനെ പറ്റിയുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ, ഈമാൻ ഉണ്ടെങ്കിൽ, ഒരു തീരുമാനങ്ങൾ ആടില്ലെങ്കിൽ ഒരു കപ്പൽ മുന്നോട്ട് പോകുന്നത് പോലെ ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒരു പ്രശ്നമേ അല്ല എന്നൊരു മട്ടിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഈ ഒരു രൂപത്തിൽ ഈമാൻ ഉള്ളവർക്ക് അല്ലാഹു നൽകുന്ന മൂന്നാമത്തെ ഒരു നേട്ടം, ഒരു അവർക്ക് നൽകുന്ന വാഗ്ദാനം എന്നുള്ളത്, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം മുഅ്മിനീങ്ങളുടെ പേരിൽ പിശാചിന് ശൈത്താന് യാതൊരു അധികാരവും ശക്തിയും നിയന്ത്രണവും ഇല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അല്ലാഹു പറയുന്നു, ഇന്നഹു ലൈസ ലഹു സുൽത്താനു അലൽ ലദീന ആമനു വഅലാ റബ്ബിഹിം യതവക്കലൂൻ. സൂറത്തുൽ നഹ്ലിലെ 99 അല്ലാഹു പറയുകയാണ്, വിശ്വസിക്കുകയും അതുപോലെ തന്നെ തങ്ങളുടെ റബ്ബിന്റെ പേരിൽ ബലമേൽക്കുകയും ചെയ്യുന്നവരാരോ അവരുടെ പേരിൽ ശൈത്താന് യാതൊരു അധികാരവുമില്ല, യാതൊരു നിയന്ത്രണവുമില്ല, തീർച്ച എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. നേരെ മറിച്ച് ഈമാനിന് വിപരീതമായ കാര്യങ്ങൾ ശിർക്ക് ചെയ്യുന്നവർ, ഈമാനിൽ ചേരാത്ത കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവരുടെ പേരിൽ ശൈത്താൻ ആധിപത്യം ഉണ്ടാക്കി അവരെ വൈകല്യം എന്നുള്ളതും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ശൈത്താനുള്ള സംരക്ഷണത്തിന് ഏറ്റവും വലിയ പരിഹാരം എന്നുള്ളത് അത് അല്ലാഹുവിനെ പറ്റിയുള്ള വിശ്വാസവും ഈമാൻ കൈക്കൊള്ളുക എന്നുള്ളതുമാണ്. ഈ ഒരു രൂപത്തിൽ ഈമാൻ കൈക്കൊണ്ട ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാലാമതായി അവർക്ക് നൽകുന്ന നേട്ടം, അല്ലാഹു അവരെ ദുനിയാവിലും ആഖിറത്തിലും സംരക്ഷിക്കുമെന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹജ്ജിൽ പറയുന്നുണ്ട്, ഇന്നല്ലാഹ യുദാഫിഉ അനിൽ ലദീന ആമനു. തീർച്ചയായും ഈമാനുള്ളവർക്ക്, വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിരോധം ഏർപ്പെടുത്തുന്നതാണ്. അവരുടെ ശത്രുക്കളെ തൊട്ട്, അവരുടെ പ്രയാസങ്ങളെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സംരക്ഷിക്കും, അവരെ തടയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. മറ്റൊരു ആയത്തിൽ അല്ലാഹു പറയുന്നു, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിന്റെ മിത്രങ്ങളാരോ, അല്ലാഹുവിന്റെ ഔലിയാക്കളാരോ, ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് യാതൊരു ഭയവുമില്ല, അവർക്ക് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരികയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. നാം മരിക്കുന്ന അവസ്ഥയിൽ, മരണത്തിന്റെ അവസ്ഥയിൽ മലക്കുകളെ നാം മലക്കുകളുടെ രൂപത്തിൽ കാണുന്നതാണ്. ഇതുവരെ കാണാത്ത ആ ജീവികളെ, ആ സൃഷ്ടികളെ നാം അതിന്റെ രൂപത്തിൽ കാണുമ്പോൾ ഏതൊരു മനുഷ്യനും ചിലപ്പോൾ ഭയപ്പെട്ടു പോകും. എന്നാൽ ഈമാനുള്ളവർക്ക് അവിടെ ഭയമില്ല, അവർക്ക് അവിടെ സമാധാനമാണ്, സന്തോഷമാണ്. അതുപോലെ തന്നെ ഒരു വ്യക്തി അയാൾ മരണമടഞ്ഞു പോകുമ്പോൾ അയാളുടെ ഉള്ളിൽ ഒരു ദുഃഖമുണ്ടാകും, ആ സമയത്ത് ഒരു ദുഃഖമുണ്ടാകും. എന്റെ ഭാര്യ, എന്റെ കുടുംബം, എന്റെ മക്കൾ, അവരെ ഇനി ആരാണ് നോക്കുക എന്നുള്ള സങ്കടം ഒരു വ്യക്തിക്കുണ്ടാകും. എന്നാൽ ഈമാനുള്ളവർക്ക് അതുണ്ടാകില്ല സഹോദരങ്ങളെ. അവർ അല്ലാഹുവിനെ ഭയമേൽപ്പിച്ച് ഈമാനോടുകൂടി മരിക്കുമ്പോൾ അവർക്ക് യാതൊരു ദുഃഖവും ഭയവും ഉണ്ടാകില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ആരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ? ആരാണ്? തുടർന്നുള്ള ആയത്തിൽ അല്ലാഹു പറയുന്നു, അല്ലദീന ആമനു വകാനൂ യത്തഖൂൻ. അവർ വിശ്വാസമുള്ളവരാണ്, ഈമാനുള്ളവരാണ്. അക്കൂട്ടർ അവർക്കാണ് ഈ ഒരു നേട്ടം ലഭിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും യഥാർത്ഥ ഈമാനുള്ളവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച് നൽകിയതായി കാണാൻ സാധിക്കും. ഈ ഒരു രൂപത്തിൽ ഈമാൻ പഠിക്കുവാൻ, ഈമാൻ മനസ്സിലാക്കുവാൻ, ഈമാൻ ഉൾക്കൊള്ളുവാൻ നാം ആത്മാർത്ഥമായി പരിശ്രമിക്കേണ്ടതുണ്ട്. ഈമാനുള്ളവരായി ജീവിക്കുവാൻ ഏറ്റവും പ്രധാനമായി വേണ്ടത്, അതിന്റെ മർമ്മം എന്നുള്ളത്, ഈമാനുള്ളവരായി നമ്മുടെ ഈമാൻ വർദ്ധിക്കുവാനും അല്ലാഹുവിന്റെ വിശ്വാസം അത് കൂടുതൽ അധികരിപ്പിക്കുവാനും അതിന്റെ അടിസ്ഥാനം എന്നുള്ളത് നാം ഇഖ്ലാസോടുകൂടി അമലുകൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. നമ്മുടെ പ്രവർത്തനങ്ങളിൽ നാം ചെയ്യുന്ന എന്ത് പ്രവർത്തനങ്ങളുണ്ടെങ്കിലും അതിലെല്ലാം നമുക്ക് ആത്മാർത്ഥത ഉണ്ടാകും. ഇത് അല്ലാഹുവിന് വേണ്ടിയാണ്, മറ്റാർക്കും വേണ്ടിയല്ല, എന്റെ മക്കൾക്ക് വേണ്ടിയല്ല, എന്റെ ഭാര്യക്ക് വേണ്ടിയല്ല, എന്റെ ഉപ്പാക്കും ഉമ്മാക്ക് വേണ്ടിയല്ല, ഇത് അല്ലാഹുവിന് വേണ്ടിയാണ്, അല്ലാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചു കൊണ്ടാണ് എന്നൊരു
നീയത്തോടു കൂടി നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഇഖ്ലാസോട് കൂടിയായിരിക്കണം നാം പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത്. ആളുകൾക്കിടയിലുള്ള പ്രശസ്തിയോ പെരുമയോ ആളുകൾക്കിടയിലുള്ള സ്ഥാനമാനങ്ങളല്ല നമ്മുടെ ലക്ഷ്യമാകേണ്ടത്. ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കേണ്ട ഹദീസ് കാണാൻ സാധിക്കും. അവിടുന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ട് വിശന്ന ചെന്നായ്ക്കളെ ഒരുപാട് കാലം ഭക്ഷണം നൽകാതെ അവർ വളരെ വിശന്ന് വളർന്ന ഒരു അവസ്ഥയിൽ ഈ രണ്ട് ചെന്നായ്ക്കളെ ഒരു ആട്ടിൻകൂട്ടത്തിലേക്ക് പറഞ്ഞയച്ചാൽ ആ ആട്ടിൻകൂട്ടത്തിൽ ഈ ചെന്നായ്ക്കൾ എത്രത്തോളം നാശം വരുത്തുവോ അതിനേക്കാൾ നാശമാണ് ഒരു വ്യക്തിക്ക് അയാളുടെ സമ്പത്തിനോടും പദവിയോടുള്ള മോഹം അയാളുടെ ദീനിൽ വരുത്തുന്ന നാശം എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. സഹോദരങ്ങളെ, വളരെ ഗൗരവത്തിൽ നാം കാണേണ്ട വിഷയമാണ് നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഇഖ്ലാസ് ഉണ്ടാവുക എന്നുള്ളത്. ഒരിക്കലും ആളുകൾക്കിടയിലുള്ള സ്ഥാനമാനങ്ങൾ, കൂട്ടുകാർക്കിടയിലുള്ള ഫെയിം, കൂട്ടുകാർക്കിടയിൽ സ്ഥാനം കയറുവാനും അല്ലെങ്കിൽ ആളുകൾ നാട്ടുകാർക്ക് എന്നെ അറിയണമെന്ന ചിന്തയോട് കൂടിയായിരിക്കും നാം ജീവിക്കുന്നതും പ്രവർത്തിക്കേണ്ടതും. ഒരു മുമ്പിൽ ഒരിക്കലും ഈമാനുള്ള വ്യക്തി ഒരിക്കലും ആളുകൾക്കിടയിലുള്ള പ്രശസ്തിയോ സ്ഥാനങ്ങളോ ഒരിക്കലും ആഗ്രഹിക്കുന്നതില്ല. നമ്മുടെ സലഫുകൾ, നമ്മുടെ മുൻഗാമികൾ നാം പരിശോധിക്കുമ്പോൾ അവരുടെ ചരിത്രങ്ങൾ നാം വായിക്കുമ്പോൾ അവർ സ്വന്തം ശരീരത്തെ കുറ്റപ്പെടുത്തുമായിരുന്നു. അള്ളാഹുവിനുള്ള ഹക്കിൽ വീഴ്ച വരുത്തിയതിന് അവർ സ്വന്തം ശരീരത്തെ, സ്വന്തം നഫ്സിനെ ചെറുതായി കാണുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇഖ്ലാസിന്റെ പേര് പറഞ്ഞ് സ്വന്തത്തെ തന്നെ ഉപദേശിക്കുന്ന ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഹിജ്റ 2-ാം നൂറ്റാണ്ടിൽ ജനിച്ച മഹാപണ്ഡിതനായിരുന്നു ദാവൂദ് അത്വാബി റഹിമഹുല്ലാഹ്. ഒരിക്കൽ ദാവൂദ് അത്വാബി റഹിമഹുല്ലാഹയെ കാണാൻ ഒരു വ്യക്തി വരികയാണ്. ആ വ്യക്തി വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ സന്ദർശിക്കാൻ വന്നതാണ്, കാരണം അള്ളാഹുവിന് വേണ്ടി ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു. ഈ സമയത്ത് അദ്ദേഹം ദാവൂദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, അള്ളാഹുവിന് വേണ്ടിയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിന്റെ പ്രതിഫലം അള്ളാഹു നിനക്ക് നൽകുമെന്ന് അദ്ദേഹത്തോട് പറയുകയാണ്. എന്നിട്ട് ദാവൂദ് റഹിമഹുല്ലാഹ് അദ്ദേഹം ഇങ്ങനെ ആവർത്തിച്ച് ചോദിക്കുകയാണ്, സ്വന്തത്തോട് ചോദിക്കുകയാണ്, ഒരാൾ വെറുതെ എന്നെ സന്ദർശിക്കുവാൻ മാത്രം ഒരു അർഹത എനിക്കുണ്ടോ? അത്രത്തോളം വലിയ സ്ഥാനം എനിക്കുണ്ടോ? നമ്മളെ ചെറുതല്ലേ? സന്ദർശിക്കപ്പെടുവാൻ മാത്രം ഒരു യോഗ്യത എനിക്കുണ്ടോ എന്ന് അദ്ദേഹം ആവർത്തിച്ച് ചോദിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം സ്വന്തത്തോട് തന്നെ സംസാരിക്കുകയാണ്, ദാവൂദ്, നീ യുവാവായപ്പോൾ നീ ഒരു ധർമ്മാണിയായിരുന്നു, നിനക്ക് പ്രായമായപ്പോൾ നീ ആളുകളെ കാണിക്കുന്ന അമലുകൾ ചെയ്യുന്നവരായി മാറി എന്ന് അദ്ദേഹം സ്വന്തത്തെ തന്നെ കുറ്റപ്പെടുത്തുന്ന ഒരു കാഴ്ച ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയായിരുന്നു നമ്മുടെ സലഫുകൾ ചിന്തിച്ചിരുന്നതും പ്രവർത്തിച്ചതും. അവരുടെ അമലുകൾ പരമാവധി മറച്ചു വെക്കുവാൻ, ഇഖ്ലാസ് ഉള്ളവരായിക്കൊണ്ട് മാറുവാൻ, ഈമാൻ ഉള്ളവരായിക്കൊണ്ട് മാറാൻ വേണ്ടി അവർ പരമാവധി ശ്രമിച്ചതായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ താബിഈങ്ങളുടെ കൂട്ടത്തിലെ മഹാപണ്ഡിതനായിരുന്നു ഇബ്രാഹിം അൻ-നഖഈ റഹിമഹുല്ലാഹ്. ഇബ്രാഹിം റഹിമഹുല്ലാഹ് അദ്ദേഹം ഖുർആൻ ഓതുന്ന സമയത്ത് മറ്റുള്ളവർ കയറി വന്നാൽ അദ്ദേഹം കൈകൊണ്ട് മുസ്ഹഫ് ഒത്തിപ്പിടിക്കുമായിരുന്നു. എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ ഓതുന്നത് മറ്റുള്ളവർ കാണരുത്, മറ്റുള്ളവർ അറിയരുത് ഞാൻ ഓതുന്നുണ്ട് എന്നുള്ളത്. അദ്ദേഹം തന്റെ അമലിൽ പരമാവധി ഒളിപ്പിച്ചു വെക്കുവാൻ, മറച്ചു വെക്കാൻ വേണ്ടി പരിശ്രമിച്ച ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു രൂപത്തിലാണ് നാം ഓരോരുത്തരും നമ്മുടെ അമലുകൾ ക്രമീകരിക്കേണ്ടത്. നമ്മൾ പലപ്പോഴും നമ്മുടെ നിസ്കാരങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ഖുർആൻ പാരായണങ്ങളും ദിക്റുകളുമെല്ലാം ഖുർആൻ ഓതുന്നത്, നിസ്കരിക്കുന്നത് അതെല്ലാം ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് അത് ഷെയർ ചെയ്യുന്നു വാട്സ്ആപ്പ് സ്റ്റാറ്റസിലും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും. അത് ആളുകളിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ നാളെ പരലോകത്ത് നമുക്കത് തിരിച്ചടിയാകുമെന്നുള്ളത് നാം ഓരോരുത്തരും ഗൗരവത്തിൽ മനസ്സിലാക്കുക. അതെല്ലാം നമുക്ക് വിധേയമാക്കുന്നതാണ്. ആ പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മുടെ അവിടുത്തെ പരിശ്രമങ്ങൾ കൊണ്ട് യാതൊരു ഉപകാരവും ഉണ്ടാകില്ല നാം മനസ്സിലാക്കുക. ഈമാൻ ഉൾക്കൊണ്ട്, ഈമാൻ പഠിച്ച് അള്ളാഹുവിനെ മനസ്സിലാക്കി അള്ളാഹുവിന് വേണ്ടി മാത്രം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين له الحمد الحسن والثناء الجميل واشهد ان لا اله الا الله وحده لا شريك له يقول الحق وهو يهدي السبيل واشهد ان محمدا عبده ورسوله صلى الله عليه وعلى اله وصحبه اجمعين اما بعد اوصيكم واياي ثانيا بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് കഴിവിന്റെ പരമാവധി തഖ്വ പാലിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ വളരെ പുണ്യമേറിയ ഒരു മാസത്തിലേക്കും പുണ്യമേറിയ ദിനങ്ങളിലേക്കുമാണ് നാം ഓരോരുത്തരും കടക്കുന്നത്. ഇൻഷാ അല്ലാഹ് വളരെ പുണ്യമേറിയ ദിനങ്ങളാണ് ഞാനും നിങ്ങളും വരവേൽക്കാൻ പോകുന്നത്. ദുൽഹിജ്ജ മാസയിലെ
ആദ്യത്തെ 10 ദിവസങ്ങൾക്ക് വളരെ പുണ്യതയുണ്ട്, പ്രാധാന്യമുണ്ട് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി കാണാൻ സാധിക്കും. ഈ 10 ദിനങ്ങളുടെ പ്രാധാന്യത്തെ കുറിച്ച് നാം നോക്കുമ്പോൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 10 ദിനങ്ങളെ കൊണ്ട് സത്യം ചെയ്തതായി കാണാൻ സാധിക്കും. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ ഒരു കാര്യത്തെ കൊണ്ട് സത്യം ചെയ്താൽ ആ കാര്യത്തിന് അത്രത്തോളം പ്രാധാന്യമുണ്ട്, അത്രത്തോളം മഹത്വമുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. സൂര്യനെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തു. അതുപോലെ തന്നെ രാത്രിയെ കൊണ്ട്, രാവിലെ കൊണ്ട്, പകലിനെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഭാതത്തെ കൊണ്ട് സത്യം ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു രൂപത്തിൽ അല്ലാഹു സത്യം ചെയ്തതാണ് വൽ ഫജ്ർ വലയാലിൻ അശ്ർ. 10 രാത്രികൾ, 10 ദിനരാത്രങ്ങൾ തന്നെയാണ് സത്യം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. ഇതിന്റെ തഫ്സീറിൽ ഈ ആയത്തിന്റെ വിശദീകരണം കാണാം. ആ 10 ദിവസത്തെ കൊണ്ട് ഉദ്ദേശം ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 ദിവസങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദുനിയാവിലെ ഏറ്റവും മികച്ച ദിനങ്ങളാണ് ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിവസങ്ങൾ എന്ന് പഠിപ്പിച്ചതായി കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ 10 ദിവസങ്ങളിൽ ഒരുപാട് അമലുകൾ ചെയ്യാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു അഹബ്ബു ഇലല്ലാഹി ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാം. ഈ ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങളെ പറ്റി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഈ 10 ദിവസങ്ങളിലെ അമലുകളേക്കാൾ, പ്രവർത്തനങ്ങളേക്കാൾ, സൽക്കർമ്മങ്ങളേക്കാൾ അല്ലാഹു ഇഷ്ടമുള്ള മറ്റ് ദിവസങ്ങളിലെ സൽക്കർമ്മങ്ങൾ ഇല്ല എന്ന്. അപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, വലൽ ജിഹാദ് ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലുള്ള ജിഹാദ് അതിനേക്കാൾ ശ്രേഷ്ഠമാണോ ഈ 10 ദിവസങ്ങളിലെ സൽക്കർമ്മങ്ങൾ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലൽ ജിഹാദ് ഫീ സബീലില്ലാഹ്, ഇല്ല, അള്ളാഹുവിന്റെ മാർഗ്ഗത്തിലുള്ള ജിഹാദും അതിനോടൊപ്പം വരില്ല. ഒരു വ്യക്തി അയാളുടെ സമ്പത്തും എല്ലാം എടുത്ത്, അയാളുടെ ശരീരം എല്ലാം എടുത്ത് അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ ജിഹാദ് ചെയ്ത് ഈ സമ്പത്തിൽ നിന്നും ഒന്നും തിരിച്ചു വരാതെ അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ ഷഹീദാകാതെ മറ്റെല്ലാ സൽക്കർമ്മങ്ങളെക്കാളും വളരെ പ്രാധാന്യം അള്ളാഹു ഇഷ്ടമുള്ള ഒന്നാണ് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 ദിവസങ്ങളിലെ സൽക്കർമ്മങ്ങൾ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഈ ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ സഹാബികളും താബിഈകളുമെല്ലാം നമ്മുടെ സലഫുകൾ എല്ലാവരും ഈ 10 ദിവസങ്ങൾ കടന്നു വരുമ്പോൾ ഒരുപാട് പരിശ്രമിച്ചതായി കാണാൻ സാധിക്കും. മറ്റുള്ളവർക്കൊന്നും എത്തിപ്പിടിക്കാൻ പറ്റാത്ത രൂപത്തിൽ ഈ 10 ദിവസങ്ങളിൽ അവർ ഒരുപാട് സൽക്കർമ്മങ്ങളിൽ മുന്നിട്ടതായി നമുക്ക് കാണാൻ സാധിക്കും. ഈ 10 ദിവസത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ 10 ദിവസങ്ങൾക്ക് ഇത്രയും അധികം പ്രാധാന്യം ഉണ്ടാകാൻ കാരണം പണ്ഡിതന്മാർ ചർച്ച ചെയ്തത്, കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തുകൾ, നോമ്പ്, നിസ്കാരം, സക്കാത്ത്, സ്വതക്ക, അതോടൊപ്പം ഹജ്ജ് എന്ന പ്രധാന കർമ്മം കൂടി ഈ 10 ദിവസത്തിൽ കടന്നു വരുന്നത് കൊണ്ടാണ് ഈ 10 ദിവസത്തിന് ഇത്രയും അധികം പ്രാധാന്യമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. നമുക്കറിയാം, ഹജ്ജിലെ പ്രധാനപ്പെട്ട ചില കർമ്മങ്ങൾ മിനയിലേക്കുള്ള യൗമുൽ തർവിയ എന്ന ദിവസവും, അതുപോലെ തന്നെ അറഫയിൽ നിൽക്കുന്ന ദിവസവും, നാം അറഫ നോമ്പ് നോൽക്കുന്ന യൗമു അറഫ, മുസ്ദലിഫയിലെ രാപ്പാക്കൽ, അതുപോലെ തന്നെ ഹജ്ജിന്റെ ദുൽഹിജ്ജ 10 ബലി, അതെല്ലാം ആ 10 ദിവസങ്ങളിൽ വരുന്ന കർമ്മങ്ങളാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ 10 ദിവസങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നാം ചെയ്യേണ്ട കാര്യം എന്നുള്ളത് ഈ 10 ദിവസങ്ങൾ കടന്നു വരുമ്പോൾ ആ 10 ദിവസങ്ങളിൽ പരമാവധി അമലുകൾ വർദ്ധിപ്പിക്കുവാൻ, പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിക്കണം എന്നുള്ളതാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്നുള്ളത് നമ്മുടെ മേൽ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അത് നാം തുടർത്തിക്കൊണ്ടുപോകാൻ പരിശ്രമിക്കണമെന്നുള്ളതാണ്. 5 നേരം നിസ്കാരം, ജമാഅത്തായി പള്ളിയിൽ നിസ്കരിക്കുക എന്നുള്ളത് നമ്മുടെ മേൽ നിർബന്ധമായ കാര്യങ്ങളാണ്. അങ്ങനെ നമ്മുടെ മേൽ ഫർദായ കാര്യങ്ങൾ അത് സൂക്ഷിച്ച് അതിൽ ഒരിക്കലും വീഴ്ച വരുത്താതെ മുന്നോട്ട് കൊണ്ടുപോകണം. അതോടൊപ്പം അതിനു പുറമെയുള്ള നാഫിലത്തുകൾ, അതായത് സുന്നത്ത് നിസ്കാരങ്ങൾ, റവാത്തിബ് സുന്നത്തുകൾ, 12 റക്അത്ത് റവാത്തിബ് സുന്നത്തുകൾ, അതോടൊപ്പം ദുഹാ നിസ്കാരം, ഇസ്ലാമിക നമസ്കാരം, രാത്രി നിസ്കാരം, അങ്ങനെ ഒരുപാട് സുന്നത്തായ കർമ്മങ്ങൾ ഉണ്ടാകും. അതെല്ലാം കഴിവിന്റെ പരമാവധി ഈ 10 ദിവസങ്ങളിൽ വർദ്ധിക്കുവാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 10 ദിവസങ്ങളിൽ കഴിയുന്നതും ആദ്യത്തെ 9 ദിവസവും, പെരുന്നാൾ ദിവസം നോമ്പ് നോക്കാൻ പാടില്ല, ആദ്യത്തെ 9 ദിവസവും നോമ്പ് നോക്കാൻ സാധിക്കുന്നവർ ആ 9 ദിവസവും നോമ്പ് നോക്കി അത്രയും അമലുകൾ വർദ്ധിപ്പിക്കുവാൻ പരിശ്രമിക്കണമെന്നുള്ളതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നോമ്പ് നോറ്റാൽ അയാൾക്ക് നരകത്തിന് ഇടയ്ക്ക് 70 കൊല്ലത്തെ വൈദൂരം അല്ലാഹു സുബ്ഹാനഹു വ തആല അകലം ഉണ്ടാക്കുമെന്നുള്ളതാണ്.
അതുകൊണ്ട് തന്നെ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ ദിവസങ്ങളിൽ പരമാവധി നോമ്പുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി നാം പരിശ്രമിക്കുക. അതോടൊപ്പം ഒരുപാട് അമലുകൾ, ഖുർആൻ പാരായണങ്ങൾ അതൊരുപാട് വർദ്ധിപ്പിക്കുവാൻ അതിനുവേണ്ടി സമയം കണ്ടെത്തുവാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വ്യക്തി ഖുർആനിൽ നിന്ന് ഓരോ ഹർഫ് ഓതുമ്പോഴും 10 കൂലിയാണ് എന്നുള്ളതാണ്. അലിഫ് ലാം മീം എന്നുള്ളത് ഒറ്റ ഹർഫല്ല, മറിച്ച് അലിഫ് ഒരു ഹർഫാണ്, ലാം ഒരു ഹർഫാണ്, മീം ഒരു ഹർഫാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അങ്ങനെ ഓരോ ഹർഫ് ഓതുമ്പോഴും അയാൾക്ക് 10 പ്രതിഫലം കൂട്ടി ആ രൂപത്തിൽ റമദാനിൽ നാം ചെയ്തതുപോലെ ദുൽഹിജ്ജ മാസത്തിലെ ഈ ആദ്യ ദിനങ്ങളിൽ ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കാൻ വേണ്ടി നാം പരിശ്രമിക്കുക. നാലാമതായി നാം ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ, അത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ശീലമില്ലാത്ത ചില ദിക്റുകൾ ഉണ്ടാകും. ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള മര്യാദകൾ, ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള ദിക്റുകൾ, അതുപോലെ തന്നെ പ്രഭാത പ്രദോഷ വേളകളിലെ ദിക്റുകൾ, അതോടൊപ്പം നിസ്കാര ശേഷമുള്ള ദിക്റുകൾ, അതെല്ലാം ചിലപ്പോൾ കംപ്ലീറ്റ് ആക്കാതെ നാം നീച്ചു പോകാറുണ്ട്. അങ്ങനെ ഇല്ലാതെ പരമാവധി എല്ലാ ദിക്റുകളും പതിവാക്കുവാൻ, അതോടൊപ്പം ഒരുപാട് ദിക്റുകൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം, ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ തുടങ്ങിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റുകൾ അത് ഒരുപാട് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി നാം പരിശ്രമിക്കുക. അഞ്ചാമതായി ഈ ദിനങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് സാധിക്കുമെങ്കിൽ ഓരോ ദിവസവും സ്വതക്ക നൽകുവാൻ വേണ്ടി നാം പരിശ്രമിക്കുക എന്നുള്ളതാണ്. മറ്റൊരു സ്വതക്ക നൽകിയ ഈ ഒരു രൂപത്തിലാകുമ്പോൾ നിസ്കാരവും നോമ്പും സ്വതക്കയും ദിക്റും അതോടൊപ്പം ഇത്തരത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ, അതോടൊപ്പം ഖുർആൻ പാരായണം എല്ലാം ചെയ്യുമ്പോൾ ഈ എല്ലാ വിഭാഗങ്ങളും ഒരുമിച്ച് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു 10 ദിവസത്തിന്റെ വളരെ പ്രാധാന്യമായിരിക്കുന്ന ഒരു കാര്യം എന്നുള്ളത്. ആ ഒരു രൂപത്തിൽ ഈ 10 ദിവസങ്ങളെ കാണുവാനും നാം പരിശ്രമിക്കുക. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും, റമദാൻ ഏറ്റവും മികച്ച 10 രാത്രികൾ എന്നുള്ളത് റമദാനിലെ രാത്രി, റമദാനിലെ അവസാന 10 രാത്രികളാണ്. എന്നാൽ ഏറ്റവും മികച്ച 10 പകലുകൾ എന്നുള്ളത് അത് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 പകലുകളാണ്. ആ ഒരു രൂപത്തിൽ ഈ ദിനങ്ങളെ വരവേൽക്കുവാൻ, അതിനുവേണ്ടി ഒരുങ്ങുവാൻ നാം തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി കൂടുതൽ ഗൗരവത്തോടു കൂടി ദീനിനെ അനുസരിക്കുവാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുൽഹിജ്ജ മാസം കടന്നു വരുമ്പോൾ ആത്മാർത്ഥമായി ഇഖ്ലാസോട് കൂടി അമലുകൾ വർദ്ധിപ്പിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ വിശ്വാസത്തോടു കൂടി ഈമാനോട് കൂടി ജീവിച്ചു മരിക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്താലും മറ്റു പ്രയാസങ്ങൾ സഹോദരങ്ങൾക്ക് അവരുടെ രോഗം ശിഫയാക്കി പ്രയാസങ്ങളെല്ലാം അകറ്റി അവർക്ക് ആരോഗ്യത്തോടു കൂടി ജീവിതത്തിലുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ചെയ്തു പോകുന്ന ചെറുതും വലുതുമായ തിന്മകൾ അല്ലാഹു പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.